എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും, ഉലകര മൂട്, ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ബിഗ് ടിവിയുടെ കാര്യം എന്ന് പറയുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. എന്തായിരിക്കും മലയാളത്തിലെ രാജമൗലിയും പോരാ, അതിന് മേലെ ജെയിംസ് കാമറൂണൊക്കെ കൊടുക്കണം നമുക്ക്. അതായത് അനിൽ എരൂർ സാർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നതിൽ എനിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. മാധ്യമപ്രവർത്തകരെ എല്ലാം അങ്ങനെ ഹ്യൂജ് ആയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടറിൽ ഇരിക്കുന്ന സുജയ പാർവതി ഇവിടെ വന്നിട്ട് അവിടെ ഇരുന്നെന്താണോ പറയുന്നത് അത് ഇവിടെ കാണിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത് പുതുമയായിരിക്കും എന്നുള്ള സ്ഥലത്താണ് മലയാളത്തിലെ ജെയിംസ് കാമറൂൺ ആയിട്ടുള്ള നമ്മുടെ അനിൽ എരൂർ സാർ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയത്. കാരണം അനിൽ എരൂർ സാറാണല്ലോ എല്ലാ ചാനലുകളെയും പിടിച്ചുയർത്തിയത്. അങ്ങനെ അനിൽ എരൂർ സാർ പുതുമ കൊണ്ടുവരുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് ദാണ്ടടാ വരുന്നു റിപ്പോർട്ടർ ചാനൽ അതുപോലെ കോപ്പി അടിച്ചു വെച്ചിരിക്കുന്നു. ഒരു മാറ്റവും ഇല്ല. തൂക്കിയല്ലോ നാദാ, പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ അങ്ങനെ ഒരു ചാനൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് ഒരു പേര് മാത്രം മാറ്റമുണ്ട്, ബിഗ് ടി വി. അതും റിപ്പോർട്ടറിന്റെ അതേ ഫോണ്ടിലും കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ് ബിഗ് ടി വി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിലെന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടറിൽ ഇരിക്കുന്ന സുജയ പാർവതി ഇങ്ങോട്ട് വന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറേ മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ട് വന്നു. മാതൃഭൂമിയിൽ നിന്നും പീഡനാരോപണം നേരിട്ട നമ്മുടെ വേണു ബാലകൃഷ്ണൻ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു. പക്ഷേ പുള്ളിക്കാരൻ ഒരിക്കലും നമ്മുടെ പുഷ്പൻ പ്രകാശിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി കളിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ നല്ലൊരു കുടുംബത്തിൽ തന്നെ ജോഷി കുര്യന്റെ വാർത്ത ചതഞ്ഞാണ് ജോഷി കുര്യൻ വാർത്ത അവതരിപ്പിക്കുന്നത്. എവിടെയൊക്കെ പിടിച്ച് മാറ്റടാ എന്ന് നാട്ടുകാർ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. കാരണം ജോഷി കുര്യന്റെ വാർത്ത അവതരണം കൊള്ളില്ല. വെറും കൂറയാണ് ജോഷി കുര്യന്റെ വാർത്താ അവതരണം. ഈ ജോഷി കുര്യന്റെ വാർത്താ അവതരണത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും അടക്കം ഇങ്ങനെ നിരന്തരം തത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?